അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. സോ അത്ര വലിയ കടാകടിയനായിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കണം. സോ ബുക്കും പേനയൊക്കെ എല്ലാവരും എടുത്തു വെച്ചോ. സോ ഞാനൊരു 7-8 വീഡിയോസ് ആയിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ ചെയ്യുന്നത്. സോ എന്റെ കൂടെ നിങ്ങൾ പഠിച്ചു വരികയാണ് എങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഓക്കെ ആണോ? സോ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, നേരെ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ചാപ്റ്ററിന്റെ പേര് നമ്പർ സിസ്റ്റംസ്. ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏതൊക്കെയോ കുറച്ച് നമ്പേഴ്സിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലേ? ഏതൊക്കെയോ കുറച്ച് നമ്പേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നു. ഓക്കെ, സോ ഞാനൊരു നമ്പേഴ്സിനെ പറ്റി കുറച്ച് നമ്പേഴ്സ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് നമ്പേഴ്സ് പറയാടാ? ഏതൊരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും അവർ ഈ നമ്പേഴ്സ് എന്തായാലും ഉറപ്പായിട്ടും ഈ നമ്പേഴ്സ് പറയാം, അല്ലേടാ? ഏതാ നമ്പർ സിസ്റ്റം? 1, 2, 3, 4, 5, 6 എക്സെട്ര. ഈ ഒരു നമ്പേഴ്സ് പറയത്തില്ലേടാ? ഇത് ഏത് നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്ന നമ്പേഴ്സാ? നമ്മുടെ നാച്ചുറൽ നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്ന നമ്പേഴ്സ് ആണ്. അതിൽ ആർക്കും ഒരു തർക്കമില്ലല്ലോടാ. അത് നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ ജനറൽ ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഇതിനെ നമുക്കൊരു സെറ്റ് റെപ്രസെന്റ് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ, സെറ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ പറഞ്ഞ എക്സാമ്പിൾസിനെ അതുപോലെ തന്നെ അതിനകത്ത് എഴുതുക, അതുപോലെ തന്നെ അതിനകത്ത് എഴുതുക, വിത്ത് എക്സെട്ര ഉൾപ്പെടെ നിങ്ങൾക്ക് അതിനകത്ത് എഴുതുക, ഒരു കേളി ബ്രാക്കറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? സോ ഈ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയുന്നതിൽ ആർക്കും ഒരു തർക്കവും ഇല്ലല്ലോ, ആർക്കും ഒരു എതിർപ്പും ഇല്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു നമ്പർ ലൈൻ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ. ഒരു ലൈൻ വരയ്ക്കുകയാണ്, അത് നമ്പർ ലൈൻ ആണ്. ഓക്കെ, ഈ നമ്പർ ലൈനിന്റെ രണ്ട് എഡ്ജസ് ഞാൻ മാർക്ക് ചെയ്യുക. രണ്ട് എഡ്ജസ് ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ നാച്ചുറൽ നമ്പേഴ്സിനെ ഈ നമ്പർ ലൈനിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ദാ ഇവിടെ ആയിട്ട് ഞാൻ 1 മാർക്ക് ചെയ്യുന്നു, ഇവിടെ ആയിട്ട് ഞാൻ 2 മാർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ 3, 4, 5, 6 ഓൾ അതർ പോസിറ്റീവ് നമ്പേഴ്സിനെ സൂചിപ്പിക്കാനായിട്ട് ഒരു പോസിറ്റീവ് ഇൻഫിനിറ്റി സൈനും കൊടുക്കുന്നു. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? നാച്ചുറൽ നമ്പേഴ്സിനെ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? സോ ഇതേ സെറ്റാടാ? ഇതേ സെറ്റാ? 1, 2 പോസിറ്റീവ് നമ്പേഴ്സിനെ ഏത് സെറ്റ് ആയിട്ടാ പറയുന്നത്? നമ്മള് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടാണ് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? സോ ഈ നാച്ചുറൽ നമ്പേഴ്സിനെ ഞാൻ മാർക്ക് ചെയ്ത് ഇത്തിരി സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ കാൽപാദം ഈ നമ്പർ ലൈനിനകത്ത് വരുന്നത്. അതാരാടാ? അതാരാ? അതായത് 1ന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ 0 വന്നിരുന്നു. ആര് വന്നിരുന്നു? 0 വന്നിരുന്നു. അതല്ലേ അവിടെയല്ലേ നമ്മുടെ 0യുടെ സ്ഥാനം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് അത് അവിടെ തന്നെ വന്നിരിക്കുകയും കൂടെ ചെയ്തു. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? ഈ നാച്ചുറൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 0 ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ നമ്പർ ലൈനിൽ ഇപ്പൊ ആരുണ്ട്? 0 ഉണ്ട്. സോ ഈ 0നെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന, നാച്ചുറൽ നമ്പറിനെ അക്കോമഡേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ 0നെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന വേറൊരു നമ്പർ സിസ്റ്റം നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ ഈ 0നെയും നാച്ചുറൽ നമ്പറിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് വോൾ നമ്പർ സിസ്റ്റം. എന്താണ് പറയുന്നത്? വോൾ നമ്പർ സിസ്റ്റം. സോ വോൾ നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്തെന്ന് പറയാടാ? 0യും നാച്ചുറൽ നമ്പേഴ്സും, 0യും നാച്ചുറൽ നമ്പേഴ്സും കൂടി ചേർന്ന് വരുന്ന സെറ്റ് ഓഫ് നമ്പർ സെറ്റിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നതാടാ? വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോടാ? വോൾ നമ്പേഴ്സ് ക്ലിയർ ആണല്ലോ? സോ അതിനെ എങ്ങനെ സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും? സോ ഒരു കേളി ബ്രാക്കറ്റിനുള്ളില് നമ്മൾ കൊടുത്ത എക്സാമ്പിൾസ് അതുപോലെ അതേ ഓർഡറിൽ വിത്ത് എക്സെട്ര ഉൾപ്പെടെ കൊടുക്കണം. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? സോ വോൾ നമ്പേഴ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലായാലോ? വോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0യുടെ കൂടെ നാച്ചുറൽ നമ്പറും വരും. 0ന്റെ കൂടെ ആരും കൂടെ വരോടാ? നാച്ചുറൽ നമ്പറും കൂടെ വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ അങ്ങനെ ഒന്നുകൂടി ഈ 0യിലോട്ടൊന്ന് നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സത്യത്തിൽ ഈ 0 എന്ന് പറയുന്ന ഒരു ബാരിയർ അല്ലേടാ? ഒരു ബാരിയർ അല്ലേ? ഏതിനൊക്കെ ഇടയിലുള്ള ബാരിയർ? അതായത് 0യുടെ ഒരു വശം പോസിറ്റീവ് നമ്പേഴ്സിനുള്ളതാണെങ്കിൽ മറുവശം ആർക്കുള്ളതാടാ? നെഗറ്റീവ് നമ്പേഴ്സിനുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അത് ഓക്കെ ആണല്ലോ? അതായത് 0ത്തിന്റെ ഒരു ഭാഗത്ത് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ മറുഭാഗത്ത് ആരായിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ആ നെഗറ്റീവ് നമ്പേഴ്സിനെ കൂടി നമുക്ക് ഉൾപ്പെടുത്തണ്ടേ? സോ ഞാൻ ഇപ്പൊ ഇവിടെ എടുക്കാൻ പോകുന്നത് നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ അതേ നെഗറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് ഫോം. അതായത് -1, -2, -3, -4, -5 ഓൾ അതർ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന രീതിയിൽ ഒരു മൈനസ് ഇൻഫിനിറ്റിയും കൊടുത്തു. സോ ഞാൻ ആദ്യം എന്റെ നമ്പർ ലൈനിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ 0യും കൂടി വന്നു. അപ്പൊ എനിക്ക് വോൾ നമ്പർ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പൊ ആരും കൂടെ വന്നു? നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കൂടി നമ്പർ ലൈനിനകത്ത് വന്നു. ഓക്കെ ആണല്ലോ? നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പറും കൂടി എന്ത് വന്നു? ഈ നമ്പർ ലൈനിനകത്ത് വന്നു. സോ ഈ വോൾ നമ്പറിന്റെ കൂടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏത് സെറ്റാ? വോൾ നമ്പർ സെറ്റാ. ഈ വോൾ നമ്പറിന്റെ കൂടെ ഈ നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ കൂടി ഉൾപ്പെടുത്തുന്ന
പുതിയൊരു നമ്പർ സിസ്റ്റം നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അതാണ് നമ്മുടെ സ്വന്തം ആരാടാ അങ്ങനെ ഇതിനെ എല്ലാത്തിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ആണ് നമ്മുടെ സ്വന്തം ഇന്റിജേഴ്സ്. സോ ഇന്റിജേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പർ, 0 നാച്ചുറൽ നമ്പേഴ്സ്. ഇവ എല്ലാം കൂടി ചേരുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റിജേഴ്സ്. ആരൊക്കെയാടാ? നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, 0 നാച്ചുറൽ നമ്പേഴ്സ്. ഇവ എല്ലാം കൂടി ചേരുമ്പോൾ ആരെ കിട്ടും? നമുക്ക് ഇന്റിജേഴ്സിനെ കിട്ടും. ജനറലി ക്യാപിറ്റൽ Z ഉപയോഗിച്ചാണ് നമ്മൾ ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ സെറ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? എക്സെട്ര ആയിട്ട് ഒരു -3, -2, -1, പിന്നെ ഒരു 0, 1, 2, 3 അഗൈൻ എക്സെട്ര. ഓക്കെ ആണല്ലോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വരും, അതിന്റെ കൂടെ 0 വരും, അതിന്റെ കൂടെ നാച്ചുറൽ നമ്പേഴ്സും വരും. ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സും വരും, കൂടെ ആരും വരും? ഹോൾ നമ്പേഴ്സും വരും. ഇത്രയും ക്ലിയർ ആണോടാ? ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയൂലോടാ. എന്താണ് ഹോൾ നമ്പർ എന്ന് ചോദിച്ചാലും എന്താണ് ഇന്റിജർ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ക്ലിയർ ആണല്ലോടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ലൈനെ ഒന്നുകൂടി ഒന്ന് ദീർഘമായിട്ട് വീക്ഷിക്കുക എന്നതാണ്. ഓക്കെ, ഒന്നുകൂടി നന്നായിട്ടൊന്ന് നോക്കുക. നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാനൊരു കാര്യം പറയട്ടെടാ, നമ്മൾ ആരും പരിഗണിക്കാത്ത കുറച്ച് നമ്പേഴ്സ് ഈ നമ്പർ സിസ്റ്റത്തിനകത്ത് കിടക്കൂലടാ. ഉണ്ട്. അതായത് ഈ 0-നും 1-നും ഇടയിലായിട്ട് എനിക്കൊരു 1/2 മാർക്ക് ചെയ്തൂടെ? 1-നും 2-നും ഇടയിലായിട്ട് എനിക്കൊരു 3/2 മാർക്ക് ചെയ്തൂടെ? 2-നും 3-നും ഇടയിലായിട്ട് എനിക്ക് 5/2 മാർക്ക് ചെയ്തൂടെ? അതുപോലെ തന്നെ ഇപ്പൊ വേണമെങ്കിൽ എനിക്കൊരു 3/4 ഒരു 7/5 അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് പോകണമെങ്കിൽ -7/5 -2/5 ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സിനെ എനിക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലടാ. ഇതിനാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് ഇങ്ങനെ നമ്പേഴ്സിനെ ഈ നമ്പർ ലൈനിനകത്ത് മാർക്ക് ചെയ്തോടാ. ഇതും ഇതിനകത്തുള്ള നമ്പേഴ്സ് അല്ലേ? നമ്മുടെ നമ്പേഴ്സ് തന്നെയാണല്ലോ. ആണ്. പക്ഷെ ഈ നമ്പേഴ്സിനെ ഇത് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് നമ്മൾ ജനറലി വിളിക്കും അല്ലെ? ഫ്രാക്ഷൻസ് എന്ന് പറയും. ഈ ഫ്രാക്ഷൻസിനെ ഒന്നും നമ്മൾ ഈ നാച്ചുറൽ നമ്പർ സിസ്റ്റത്തിനകത്തോ ഹോൾ നമ്പർ സിസ്റ്റത്തിനകത്തോ ഇന്റിജറിനകത്തോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ഞാൻ ആദ്യം എൻ്റെ നാച്ചുറൽ നമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 0 വന്നപ്പോൾ ഹോൾ നമ്പർ ആയി. പിന്നെ നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് വന്നപ്പോൾ ഇന്റിജേഴ്സ് ആയി. ഇപ്പൊ ആരും കൂടി വന്നു? ഫ്രാക്ഷൻസ് കൂടി വന്നു. സോ ഇപ്പൊ എന്റെ ലേറ്റസ്റ്റ് സെറ്റ് ഏതാ? ഇന്റിജേഴ്സ് ആണ്. സോ ഇന്റിജേഴ്സിന്റെ കൂടെ ഈ ഫ്രാക്ഷൻസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു പുതിയ നമ്പർ സിസ്റ്റം അവിടെ ഡിഫൈൻ ചെയ്യണം. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം റാഷണൽ നമ്പേഴ്സ് ആണ്. ആരാടാ? റാഷണൽ നമ്പേഴ്സ്. അപ്പൊ അങ്ങനെ വരുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, സോ എങ്ങനെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രാക്ഷൻസും അങ്ങനെ കയറി നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ ഫ്രാക്ഷൻ ഫോമിന് ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഫ്രാക്ഷനുകളെല്ലാം ആർക്ക് എക്സാമ്പിൾ ആണ്? റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണെന്ന് നമുക്കറിയാം. ഓക്കെ ആണോ? സോ ഈ എക്സാമ്പിളിൽ നിന്ന് എനിക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക്? ഒന്ന് നോക്കിയോടെ എക്സാമ്പിളിലോട്ട്. ആ എക്സാമ്പിളിലോട്ട് നമുക്ക് ഒരു കാര്യം പിടികിട്ടും. എല്ലാ ഫ്രാക്ഷനും റാഷണൽ നമ്പേഴ്സിന്റെ അകത്ത് വരുന്ന എല്ലാ ഫ്രാക്ഷനുകളും P/Q ഫോമിലാണുള്ളത്. ഏത് ഫോമിലാണ്ട്രാ? P/Q ഫോമിലാണുള്ളത്. ഇനി ഒന്നുകൂടി എക്സാമ്പിളുകൾ നോക്കിയേ. എല്ലാ ഫ്രാക്ഷനുടെയും P ആൻഡ് Q, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എല്ലായ്പ്പോഴും ഒരു എന്താ പറയാ ഇന്റിജർ അല്ലേടാ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ P വാല്യൂ 3. 4 എന്ന് പറയുന്നത് ഇതിന്റെ Q വാല്യൂ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 7 എന്ന് പറയുന്ന P വാല്യൂ, 5 എന്ന് പറയുന്ന Q വാല്യൂ ആണ്. ഇവിടെ -7 P വാല്യൂ, ഈ 5 എന്ന് പറയുന്നത് Q വാല്യൂ ആണ്. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എല്ലായ്പ്പോഴും എന്താണ്? ഒരു ഇന്റിജർ ആണ്. സോ നമുക്ക് എന്തെന്ന് പറയാം? എല്ലാ ഫ്രാക്ഷൻസും P/Q ഫോമിലായിരിക്കണം. Pയും Qവും അയ്യോ എന്റെ ആൻഡ് പോയോ? അയ്യോ വീണ്ടും പോയോ? Pയും Qവും എന്താണ്? ഇന്റിജേഴ്സ് ആയിരിക്കണം. Pയും Qവും ഇന്റിജേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു കണ്ടീഷൻ അവിടെ വന്നു. P/Q ഫോമിലായിരിക്കണം. Pയും Qവും ഇന്റിജേഴ്സ് ആയിരിക്കണം. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, Pയും Qവും ഇന്റിജർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ പുതിയൊരു നമ്പർ സിസ്റ്റം ഡിഫൈൻ ചെയ്യണം. അതേതാടാ? ഇറാഷണൽ നമ്പർ സിസ്റ്റം. ആരാടാ? ഇറാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അതായത് Pയും Qവും ഇന്റിജർ ആണ് എങ്കിൽ അത് റാഷണൽ നമ്പർ. Pയോ Qയോ ഏതെങ്കിലും ഒരെണ്ണം ആയാലും മതി. Pയോ Qയോ ഇന്റിജർ അല്ല എങ്കിൽ, ഈസ് നോട്ട് ആൻ ഇന്റിജർ അല്ല എങ്കിൽ അതാരാവും?
അതാരാവോടാ? ഇറാഷണൽ നമ്പേഴ്സ് ആവും. ഓക്കെ ആണല്ലോടാ? ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ റാഷണൽ നമ്പറിനകത്ത് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അതിനെപ്പറ്റി പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതാടാ? Q ആണ്. അതുകൊണ്ടാണ് ഞാൻ Q cannot be equal to 0 എന്ന് പറയുന്നത്. സോ ഒരു റാഷണൽ നമ്പർ ആകണമെങ്കിൽ എന്തെല്ലാം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം? ഒന്ന്, അതൊരു P/Q ഫോമിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. 2, പിയും ക്യൂവും ഇന്റിജർ ആയിരിക്കണം. 3, Q ഒരിക്കലും 0 ആകാൻ പാടില്ല. സോ ഇത്രയും പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതൊരു റാഷണൽ നമ്പർ ആയി മാറുകയുള്ളൂ. സോ എക്സാമ്പിൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ 3/4 7/5 -7/5 -2/5 എല്ലാം ആർക്ക് എക്സാമ്പിളുകളാണ്? റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബൈ ഡെഫിനിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്റിജറുകളെല്ലാം റാഷണൽ നമ്പർ ആണ്. പക്ഷെ റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടേ? അതെങ്ങനെയാടേ? ആ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇന്റിജർ ഒരു റാഷണൽ നമ്പർ ആകുന്നത്? നമുക്ക് നോക്കാം. ഞാനൊരു ഇന്റിജർ എടുക്കുന്നു. ലെറ്റ് ഇറ്റ് ബി 5. ഓക്കെ, 5 എന്ന് പറയുന്ന ഒരു ഇന്റിജർ എടുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ജനറൽ ആയിട്ട് എ എന്ന് പറയുന്ന ഒരു ഇന്റിജർ എടുക്കുന്നു. സോ ഇതൊരു ഇന്റിജർ ആണ് എന്ന് പറയുന്നതിൽ ആർക്കും ഒരു ഡൗട്ട് ഇല്ലല്ലോ. ഇതൊരു ഇന്റിജർ ആണെന്ന് പറയുന്നതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ഈ പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈ ചെയ്യും? ഈ ഇന്റിജേഴ്സ് എങ്ങനെ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും? ഒന്ന് നോക്കടാ. ഏതൊരു ഇന്റിജർ തന്നാലും, ഏതൊരു ഇന്റിജർ നമ്പർ നമുക്ക് തന്നാലും അതിനെ എനിക്ക് ബൈ 1 എന്നിട്ടാൽ അതിന്റെ വാല്യൂ അവിടെ ചേഞ്ച് ആവോ? ബൈ 1 എന്നിട്ടാൽ വാല്യൂ ചേഞ്ച് ആവോ? ഇല്ല. പക്ഷേ ഇതിപ്പോ ഏത് ഫോമിലായി? P/Q ഫോമിലായില്ലേ? 5/1 അല്ലെങ്കിൽ A/1 അതൊരു P/Q ഫോമിലായില്ലേ? 1 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ തന്നെയല്ലേടാ? 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റിജർ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഇന്റിജർ ഡിവൈഡഡ് ബൈ ഇന്റിജർ. പിയും ക്യൂവും ഇന്റിജർ ആണ്. P/Q ഫോമിലാണ്. പിയും ക്യൂവും ഇന്റിജർ ആണ്. Q 0 അല്ല. സോ അങ്ങനെയാണ് എല്ലാ ഇന്റിജേഴ്സും റാഷണൽ നമ്പർ ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോടാ? അപ്പൊ നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിന്റെ കുറച്ച് എക്സാമ്പിളുകൾ പറയാം. സോ ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിളുകൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് അറിയണം? ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയണം. ആരാടാ? പ്രൈം നമ്പേഴ്സ്. നിങ്ങൾക്ക് അറിയാതല്ലേ? ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്? നമ്പേഴ്സ് ഹാവിംഗ് only 2 factors. ആരൊക്കെയാ ഫാക്ടേഴ്സ്? That is that number and 1. അതായത് ഒരു നമ്പർ എടുക്കുന്നു, അത് എപ്പോഴാണ് പ്രൈം നമ്പർ ആകുന്നത്? അതിന് 2 ഫാക്ടറുകൾ മാത്രം വരുമ്പോഴാണ്. എപ്പോഴാണ് 2 ഏതൊക്കെയാണ് 2 ഫാക്ടറുകൾ? ഒന്ന്, അതേ നമ്പരും പിന്നെ 1 എന്ന് പറയുന്ന നമ്പരും. ഓക്കെ ആണോ? സോ ഒന്നോ അല്ലെങ്കിൽ ആ സെയിം നമ്പറോ മാത്രം ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13 എക്സെട്ര. ഇതാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ് അല്ലേ? സോ 2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആണ് അല്ലേ? 2 എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആണ്. അതുപോലെ തന്നെ ഏക ഈവൻ നമ്പർ, പ്രൈം നമ്പർ ലിസ്റ്റിംഗിൽ വരുന്ന ഏക ഈവൻ നമ്പറും ആരാണ്? ഈ 2 എന്ന് പറയുന്ന നമ്പറാണ്. ഓക്കെ ആണോ? അതുകൊണ്ട് അതെന്താടാ ബാക്കി ഈവൻ നമ്പർ ഒന്നും പ്രൈം നമ്പർ ആവാത്തെ? ബിക്കോസ് ഇനി ഏതൊരു ഈവൻ നമ്പർ എടുത്താലും അതിന് 2 ഒരു ഘടകമായിട്ട് വരും, അല്ലെങ്കിൽ 2 ഒരു ഫാക്ടർ ആയിട്ട് വരും അല്ലേ? ക്ലിയർ അല്ലേ? ഏതൊരു ഈവൻ നമ്പറിനെ എടുത്താലും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലടാ. സോ അവിടെ 2 ഒരു ഫാക്ടർ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇനി ഒരു ഈവൻ നമ്പറുകളും പ്രൈം നമ്പർ ലിസ്റ്റിൽ പെടാത്തത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞ് എല്ലാ ഓഡ് നമ്പറും പ്രൈം നമ്പർ ലിസ്റ്റിൽ വരത്തില്ല കേട്ടോ. അത് നമുക്ക് പറയാം. സോ 2 എങ്ങനെ പ്രൈം നമ്പർ ആണെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു ഈവൻ നമ്പറും പ്രൈം നമ്പർ ആവത്തില്ല എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കിയോ. 3 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. കാരണം 1ഉം 3ഉം കൊണ്ട് മാത്രമേ ഈ 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ബേസിക്കലി പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ആ നമ്പർ അല്ലെങ്കിൽ 1. ഈ നമ്പർ കൊണ്ട് ഈ 2 നമ്പർ കൊണ്ട് മാത്രമേ പ്രൈം നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. വേറെ ഒരു നമ്പർ വെച്ച് പ്രൈം നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പ്രൈം നമ്പറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. 4 വരത്തില്ല, ഈവൻ നമ്പർ ആണ്. അപ്പൊ എങ്ങനെ 5 ആയത്? 5നെയും എനിക്ക് ആ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 7ഉം അങ്ങനെ തന്നെയാണ്. ഇനി 9 എടുത്താലോ? 9 എടുത്താലുള്ള പ്രശ്നം എന്താ? 9 ഓഡ് നമ്പറാ. ഓക്കെ, പക്ഷേ 9നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. സോ 3 അവിടെ ഒരു ഫാക്ടർ ആയിട്ട് വരും. അതുകൊണ്ടാണ് 9 പ്രൈം നമ്പർ ആയി വരാത്തത്. 11 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല. 13 ആയാലും പറ്റത്തില്ല. 15 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അതിന് എക്സ്ട്രാ 2 ഫാക്ടർ കൂടി വരും, 3ഉം 5ഉം. അതുകൊണ്ട് അതിനെയും പ്രൈം നമ്പർ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. സോ ഞാനിനി എന്തിനാ ഇവിടെ പ്രൈം നമ്പർ പറഞ്ഞത്? എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന്റെ എക്സാമ്പിൾ? ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താടാ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്?
എന്തിനാ ഞാൻ പ്രൈം നമ്പറിനെ പറഞ്ഞത്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഓൾ ദി പ്രൈം നമ്പേഴ്സ്. ഓക്കെ, all the prime numbers, root of all the prime numbers. Okay, root of all the prime numbers are irrational. ക്ലിയർ ആണോടാ? ക്ലിയർ ആണല്ലോ. ഇനി അതായത് ഈ ഒരു പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. സോ എല്ലാ നമ്പേഴ്സിന്റെയും സ്ക്വയർ റൂട്ട് ഇറാഷണൽ അല്ല. ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ടുകൾ മാത്രമാണ് എന്താവുന്നത്? ഇറാഷണൽ ആവുന്നത്. ഓക്കെ, സോ അതായത് √2, √3, √5, √7, √11, √13 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സുകളെല്ലാം എന്തായിരിക്കും? ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് ഇറാഷണൽ നമ്പർ ആയിരിക്കുന്നത്? അതായത് ഞാനിപ്പോ ഒരു നമ്പർ എടുക്കുന്നു, √3 എടുക്കുന്നു, അല്ലെങ്കിൽ √2 എടുക്കുന്നു, അല്ലെങ്കിൽ √5 എടുക്കുന്നു. ഇവയെല്ലാം എനിക്ക് p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെ? എന്തുകൊണ്ടാ? √3/1 എന്നാക്കാം, √2/1 എന്നാക്കാം, √5/1 എന്നാക്കാം. പക്ഷെ നമുക്ക് മേജർ ആയിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്ന് പറയുന്നത്? പിയും ക്യൂവും ഇന്റിജർ ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം ഈ √3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.73 എക്സെട്ര ഒരു ഡെസിമൽ ഫോം ആണ്. ഓക്കെ, ഈ ഡെസിമൽ ഫോമിലുള്ള നമ്പേഴ്സ് ഇന്റിജർ ആവോടാ? ഇല്ല. ഡെസിമൽ ഫോമിലുള്ള നമ്പേഴ്സ് ഇന്റിജർ ആവോ? ഇല്ല. അതുപോലെ √2ന്റെ വാല്യൂ 1.42 എക്സെട്ര ആണ്. ഇതും ഒരു ഡെസിമൽ ഫോമിലാണ്. അത് ഇന്റിജർ ആവോ? അതായത് ന്യൂമറിലുള്ള നമ്പേഴ്സ് എന്തായി പോയടാ? അതൊരു ഇന്റിജർ അല്ലാതായി പോയി. ഓക്കെ, ഇന്റിജർ അല്ലാതായി പോയി. ഇന്റിജർ p/q ഫോമിലുള്ള നമ്പറിലെ ഏതെങ്കിലും ഒരെണ്ണം ഇന്റിജർ അല്ല എങ്കിൽ അത് എന്തല്ല? റാഷണൽ നമ്പർ അല്ല. റാഷണൽ അല്ല എങ്കിൽ അത് ഏത് നമ്പർ ആയിരിക്കും? ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോടാ? അങ്ങനെയാണ് ഈ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് ആവുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ചോദിച്ചോടാ, 3/0 ഇതൊരു റാഷണൽ നമ്പർ ആണോ ഇറാഷണൽ നമ്പർ ആണോ? വേഗം പറയണം. 3/0 ഒരു റാഷണൽ നമ്പർ ആണോ ഇറാഷണൽ നമ്പർ ആണോ? സോ 3 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു 0 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. സോ ഇന്റിജർ ബൈ ഇന്റിജർ p/q ഫോമിലാണുള്ളത്. പിയും ക്യൂവും ഇന്റിജർ ആണ്. പക്ഷെ ഇത് റാഷണൽ നമ്പറിൽ വരും, ഇറാഷണൽ നമ്പറിൽ വരാം. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുന്നു, 8/2. ഇതൊരു റാഷണൽ നമ്പർ ആണെന്ന് പറയുന്നതിന് ആർക്കും ഒരു ഡൗട്ട് ഇല്ലല്ലോ. 8/2 റാഷണൽ നമ്പർ ആണ്, p/q ഫോമിലാണ്, പിയും ക്യൂ ഇന്റിജർ ആണ്, ക്യൂ 0 അല്ല. സോ ഇതൊരു റാഷണൽ നമ്പർ ആണെന്ന് പറയുന്നതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. 8/2 കാൽക്കുലേഷൻ എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? 8/2. അപ്പൊ എനിക്ക് ക്വസ്റ്റനിൽ എത്ര ഇട്ടോടാ? 4 കിട്ടും. റിമൈൻഡർ എനിക്ക് എത്ര വരും? 0 വരും. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതെന്താ മീൻ ചെയ്യുന്നത്? അതായത് 2 എന്ന് പറയുന്ന നമ്പറിനെ 4 തവണ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 8 കിട്ടും. 2 എന്ന് പറയുന്ന നമ്പറിനെ 4 തവണ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 8 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എനിക്ക് 3/0 എന്ന് ചെയ്തു തരാൻ പറ്റുമോ? ആ ഒരു സെൻസിൽ എനിക്ക് 3/0 എന്ന് ചെയ്തു തരാൻ പറ്റുമോ? അതായത് 3 divided by 0. 3 divided by 0. That means 0നെ എത്ര തവണ ആഡ് ചെയ്താലാണ് എനിക്ക് 3 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്? 0നെ എത്ര തവണ ആഡ് ചെയ്താൽ എനിക്ക് 0 കിട്ടും? ഞാൻ ഒരു തവണ ആഡ് ചെയ്തു, 2 തവണ ആഡ് ചെയ്തു, 3 തവണ ആഡ് ചെയ്തു, 4 തവണ ആഡ് ചെയ്തു. അങ്ങനെ എത്ര തവണ ആഡ് ചെയ്താലും എനിക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല? 3 കിട്ടാൻ പോകുന്നില്ല. സോ ദിസ് പ്രോബ്ലം വിൽ ലീഡ് us to a solution as not defined or അൺഡിഫൈൻഡ് സൊല്യൂഷൻ. അതായത് ഇപ്പോഴുള്ള ഈ 3/0 ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് സൊല്യൂഷൻ ആയിരിക്കും. സോ ഇപ്പൊ ഡിനോമിനേറ്ററിൽ 0 വരുന്ന ഒരു നമ്പറും ഇസ് നെയ്തർ എ റാഷണൽ നമ്പർ നോർ എ ഇറാഷണൽ നമ്പർ. ഓക്കെ, സോ അതൊരു റാഷണൽ നമ്പറും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അതൊരു ഇറാഷണൽ നമ്പറും ആയിരിക്കത്തില്ല. ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് റാഷണൽ നമ്പറിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ പറഞ്ഞത് ക്യൂ ഒരിക്കലും എന്താകാൻ പാടില്ലെന്ന്? 0 ആകാൻ പാടില്ലെന്ന്. 0 ആയാൽ എന്താവും? അതൊരു അൺഡിഫൈൻഡ് ഓർ നോട്ട് ഡിഫൈൻഡ് സൊല്യൂഷനിലോട്ട് പോകും. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറയണടാ. ഞാനിപ്പോ ഈ √3ന്റെ കേസ് പറഞ്ഞപ്പോ അത് ഒരു ഡെസിമൽ നമ്പർ ആണ്. √3 ഒക്കെ ഒരു ഡെസിമൽ നമ്പർ റെപ്രസെന്റേഷൻ ആണ്. അതുകൊണ്ടാണ് അത് ഇറാഷണൽ നമ്പേഴ്സ് ആയെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ എല്ലാ ഡെസിമൽ നമ്പേഴ്സും നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറയത്തില്ല. ഉദാഹരണത്തിന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. 0.5, 0.75, 0.875, 0.333 എക്സെട്ര, 0.666 എക്സെട്ര, 0.142857, 142857 എക്സെട്ര. സോ ഇതെല്ലാം ഞാൻ റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിച്ചു തരുമോ?
ഇതെല്ലാം ഡെസിമൽ നമ്പേഴ്സാണ്. ഞാൻ ഇവിടെ പറഞ്ഞു √3 വാല്യൂ ഇതാണ്, √2 വാല്യൂ ഇതാണ്. സോ അതൊരു ഡെസിമൽ ഫോം ആണ് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതെന്തായി റാഷണൽ നമ്പർ ആയി എന്നൊക്കെ ഞാൻ പറഞ്ഞു വീമ്പിളാക്കി. ഓക്കെ, പക്ഷെ ഈ ഡെസിമൽ നമ്പേഴ്സ് ഞാൻ ഒരു റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിച്ചേ മതിയാവും. ബിക്കോസ് ഈ ഡെസിമൽ നമ്പേഴ്സ് എല്ലാം അതായത് 0.5 എന്ന് പറഞ്ഞാൽ 1/2 ഡെസിമൽ റെപ്രസെന്റേഷൻ, അതുപോലെ 0.75 എന്ന് പറയുന്നത് 3/4 0.875 എന്ന് പറഞ്ഞാൽ 7/8 0.333 എക്സെട്ര എന്ന് പറയുന്നത് 1/3 0.66 എക്സെട്ര എന്ന് പറയുന്നത് 2/3 ഇതെന്ന് പറയുന്നത് 1/7 ഡെസിമൽ റെപ്രസെന്റേഷനാണ്. ഓക്കെ, സോ ഇതിനെ ഫ്രാക്ഷൻ ഫോമിലോട്ട് മാറ്റിയപ്പോൾ അതൊരു റാഷണൽ നമ്പർ ആയില്ലടാ. ഫ്രാക്ഷൻ ഫോം, ഈ ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷൻ ഫോമിലോട്ട് മാറ്റിയപ്പോൾ അതൊരു ഡെസിമൽ നമ്പർ ആയി, സോറി അതൊരു റാഷണൽ നമ്പർ ആയില്ലേ. ബിക്കോസ് എല്ലാം ഒരു p/q ഫോമിലാണുള്ളത്, പിയും ക്യൂവും ഇന്റിജർ ആണെന്ന് താനും. സോ ഒരു ഡെസിമൽ നമ്പർ കണ്ട മാത്രമേ നിങ്ങൾ ഒരിക്കലും അതൊരു ഇറാഷണൽ നമ്പർ ആണെന്ന് പറയരുത്. സോ അപ്പൊ നമുക്ക് എന്തോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേടാ. നമ്മൾ ഒരു ഡെസിമൽ നമ്പർ തന്നാൽ അത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്തോ ഒരു ടെക്നിക്ക് ഉണ്ട് അല്ലെ. സോ ആ ടെക്നിക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അയ്യോ വരുന്നില്ല. ഓക്കെ, ടെർമിനേറ്റിംഗ് ഓർ, ഇനി അഥവാ അത് നോൺ ടെർമിനേറ്റിംഗ് ആണ് എങ്കിൽ റിക്കറിംഗ് കൂടിയാണ്, എന്താണെന്ന് പറയാം കേട്ടോ, എഴുതിക്കോട്ടെ. റിക്കറിംഗ് ആണ് എങ്കിൽ അത് റാഷണൽ നമ്പർ ആവും. ഓക്കെ, പേര് എഴുതിയേക്കുന്നതെന്ന് കണ്ട് ആരും പേടിക്കണ്ട ഒന്ന് വരച്ചോട്ടെ. ഓക്കെ, അതായത് ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സോ, ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഡയറക്ട്ലി അത് എന്തായിക്കോളും, അതൊരു റാഷണൽ നമ്പർ ആയിക്കോളും. എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 0.5 0.75 0.875 അല്ല ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സിന് എക്സാമ്പിളാണ്. എന്താ ടെർമിനേറ്റിംഗ്? അപ്പം അതായത് ഈ 5 കഴിഞ്ഞിട്ട്, അതായത് ഇതിന്റെ 1/10 പൊസിഷൻ അല്ലേ, ഈ 1/10 പൊസിഷൻ കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡിലോട്ട് വേറൊരു നമ്പേഴ്സും ഇല്ല. അതായത് ഈ 5 കഴിഞ്ഞാൽ അവിടെ വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ലടാ. അത് ബിക്കോസ് ദിസ് ഡെസിമൽ നമ്പർ ഈസ് ടെർമിനേറ്റഡ് അറ്റ് 1/10 പൊസിഷൻ. അതുപോലെ ഈ 0.75ലോ this decimal number is terminated at 1/100 position. This decimal number is terminated at 1/1000 പൊസിഷൻ. അതായത് ഈ ഒരു 5ന് ശേഷം വേറെ നമ്പേഴ്സ് ഒന്നുമില്ല, ഇതിന് ശേഷം അവിടെ എന്താണ്, ടെർമിനേറ്റഡ് ആണ്. ഇവിടെ അതിന് ശേഷം എന്താണ്, ടെർമിനേറ്റഡ് ആണ്. സോ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് എന്താണ്? ഇതുപോലെ ടെർമിനേറ്റ് നിൽക്കത്തില്ല, അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കും, എക്സെട്ര ആയിട്ട് സൂചിപ്പിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ. പക്ഷേ നോൺ ടെർമിനേറ്റിംഗിൽ റിക്കറിംഗ് ആയിട്ടുള്ള, എന്താണ് റിക്കറിംഗ് എന്ന് പറഞ്ഞാൽ? റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താടാ? റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ നമ്പേഴ്സ് ഏതിനകത്ത് വിടും? ഈ പറയുന്ന റാഷണൽ നമ്പേഴ്സിന്റെ കാറ്റഗറിയിൽ വരും. അതായത് ഈ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 3 കഴിഞ്ഞിട്ട് വരുന്നത് ഏതാ? 3 തന്നെയാണ് വരുന്നത്. 6 കഴിഞ്ഞിട്ട് പിന്നെയും വരുന്നത് ഏതാ? 6 ആണ്. ഈ 6 എന്ന് പറയുന്ന നമ്പറാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെ 3 കഴിഞ്ഞിട്ട് 3 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെയും ആഫ്റ്റർ എ certain interval the same number is repeating again and again. Same numbers are repeating again and again. അതായത് 142857 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 142857 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അത്തരത്തിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ റിപ്പീറ്റിംഗ് ഓർ റിക്കറിംഗ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നോൺ ടെർമിനേറ്റിംഗ് പ്ലസ് റിക്കറിംഗ് ഓർ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോടാ? ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. സോ ഇങ്ങനെ വരുന്ന ഡെസിമൽ നമ്പേഴ്സ് അവിടെ എന്താവും? നമ്മുടെ റാഷണൽ നമ്പേഴ്സിന്റെ കാറ്റഗറിയിൽ വരും. അങ്ങനെയാണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് പ്ലസ് നോൺ റിക്കറിംഗ് ആയിട്ടുള്ള, അതായത് റിപ്പീറ്റ് ചെയ്ത് പോവും പക്ഷേ റിപ്പീറ്റ് ചെയ്യാതെ വരുന്ന, നോൺ ടെർമിനേറ്റിംഗ് ആണ്, അതുപോലെ തന്നെ നോൺ റിക്കറിംഗ് ആയിട്ടുള്ളത്, അതായത് റിപ്പീറ്റ് ചെയ്യാത്തതുമായിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കും ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ ആണോ? അപ്പൊ ഡെസിമൽ നമ്പർ തന്നാൽ എങ്ങനെയാ അത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് മനസ്സിലായാലോ? ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. ഓക്കെ, സോ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സിനെ പറ്റി പഠിച്ചു? നാച്ചുറൽ നമ്പേഴ്സിനെ പഠിച്ചു, ഹോൾ നമ്പേഴ്സിനെ പഠിച്ചു, റാഷണൽ നമ്പേഴ്സിനെ പഠിച്ചു, ഇറാഷണൽ നമ്പേഴ്സിനെ പഠിച്ചു, അതിന് മുമ്പ് ഒരു ഇന്റിജർ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെടാ. പൈ എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുന്നു, പൈ. ഓക്കെ, ഈ പൈ എന്ന് പറയുന്ന നമ്പർ റാഷണൽ ആണോ ഇറാഷണൽ ആണോ? ഞാൻ പറയുന്നു അതൊരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ നിങ്ങൾ എന്നെ ഒപ്പോസ് ചെയ്യും. എന്തുകൊണ്ടാ? നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട് പൈയുടെ വാല്യൂ 22/7 ആണ്, അല്ല എങ്കിൽ 3.14 ആണ് പൈയുടെ വാല്യൂ.
നോക്കുകയാണെങ്കിൽ 22/7 ഒരു P/Q ഫോമിലാണ് കിടക്കുന്നത്. 22/7 എന്താ ഒരു P/Q ഫോമിലാണ് കിടക്കുന്നത്. പിയും ക്യൂവും ഇന്റിജർ ആണ്. ഇനി അഥവാ 3.14 ആണ് എടുക്കണമെങ്കിൽ അതും ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 4ന് ശേഷം വേറെ നമ്പർ ഒന്നുമില്ല. അതായത് ഇറ്റ് ഈസ് ടെർമിനേറ്റ് അറ്റ് 1/100 പൊസിഷൻ. സോ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പറാണ്. സോ 22/7 ഒരു റാഷണൽ നമ്പർ ആണ്. 3.14 ഒരു റാഷണൽ നമ്പർ ആണ്. പക്ഷെ ഞാൻ പറയുന്നു പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. അത് എന്നാ പരിപാടിയാണ് അല്ലേ? കൺഫ്യൂസ്ഡ് അല്ലേ? ആണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഒന്നുകൂടി പൈ പഠിച്ചപ്പോൾ ഉള്ള വാക്കുകളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. പൈയുടെ ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14 തുടങ്ങി അങ്ങനെ പോകുന്ന ഒരു വലിയ വാല്യൂ. അതിന്റെ എൻഡ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കുന്ന വാല്യൂസ് ആണ് ഈ 22/7 3.14 എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണോ? സോ പൈയുടെ എക്സാക്ട് വാല്യൂസ് അല്ല ഈ 22/7 3.14 എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഓക്കെ, എക്സാക്ട് വാല്യൂ ഇതുവരെയും കണ്ടുപിടിച്ചില്ല. സോ പൈ എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനേറ്റിംഗും അതുപോലെ നോൺ റിക്കറിംഗും ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതുകൊണ്ടാണ് പൈ ആരുടെ കാറ്റഗറിയിൽ വരുന്നത്? ഇറാഷണൽ നമ്പറിന്റെ കാറ്റഗറിയിൽ വരുന്നത്. സോ റാഷണൽ നമ്പേഴ്സ് എന്താണ്, ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ നമ്പർ ലൈനിനകത്ത് ഇപ്പൊ ആരൊക്കെ ഉണ്ടാ? റാഷണൽ നമ്പറിനെ നമുക്ക് ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ക്യൂ ഉണ്ട്. ഇറാഷണൽ നമ്പറിനെ ക്യൂ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ക്യൂവും ഉണ്ട്, ക്യൂ ഡാഷും ഉണ്ട്. അപ്പൊ ഇതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു പുതിയ നമ്പർ സിസ്റ്റം നമുക്ക് ഡിഫൈൻ ചെയ്യണ്ടേ? അതിനെ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അതായത് നമ്മുടെ നമ്പർ ലൈനകത്തുള്ള എല്ലാ നമ്പേഴ്സും, ഫ്രാക്ഷൻ ആയിക്കോട്ടെ ഇന്റിജർ ആയിക്കോട്ടെ, എല്ലാ നമ്പേഴ്സിനെയും കൂടി റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറിനെ പറയുന്ന പേരാണ് റിയൽ നമ്പർ സിസ്റ്റം. ഓക്കെ, നമുക്കിപ്പോ ആരൊക്കെ ഉള്ളടാ? നമ്മൾ ഇന്റിജർ ആയിരുന്നു ലാസ്റ്റ് ഡിഫൈൻ ചെയ്തത്. അതിനെ മാറ്റിയിട്ട് ഇപ്പൊ എന്തായി? അതിനേക്കാളും വലിയ സെറ്റ് ആയിട്ടുള്ള റാഷണൽ നമ്പർ എടുത്തു. റാഷണൽ നമ്പറിൽ പെടാത്ത നമ്പേഴ്സിനെ നമ്മൾ ആരാക്കി? ഇറാഷണൽ നമ്പർ ആക്കി. സോ റാഷണൽ നമ്പറിനെയും ഇറാഷണൽ നമ്പറിനെയും എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ഇത്രയും ക്ലിയർ ആണല്ലോടാ? ഇനി നമ്മൾ റിയൽ നമ്പേഴ്സും അതിന്റെ ഡെസിമൽ ഓപ്പറേഷനും അതുപോലെ തന്നെ ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഇനി അടുത്ത വീഡിയോയിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോടാ?